മേഘയ്ക്ക് അതൊരു വല്ലാത്ത ദിവസമായിരുന്നു. 12ാം നിലയിലെ IT കമ്പനിയുടെ ഗ്ലാസ് ജനലുകൾക്ക് പുറത്ത് നഗരം ഉറങ്ങിത്തുടങ്ങിയിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലെ മരവിപ്പിക്കുന്ന തണുപ്പും കമ്പ്യൂട്ടർ സ്ക്രീനിലെ ബ്ലിങ്ക് ചെയ്യുന്ന കർസറും അവളെ വല്ലാതെ ആലോസരപ്പെടുത്തി. അവസാനത്തെ കോഡ് കമ്മിറ്റ് ചെയ്ത് അവൾ ലാപ്ടോപ്പ് അടയ്ക്കുമ്പോൾ സമയം രാത്രി 12:45. കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ഭാരം, തോളുകൾക്ക് വല്ലാത്ത വേദന. ലിഫ്റ്റിൽ താഴെയിറങ്ങി തണുത്ത രാത്രിയിലേക്ക് അവൾ നടന്നു. കെട്ടിടത്തിന് താഴെയുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിൽ നിന്ന് വറുത്ത കാപ്പിക്കുരുവിൻ്റെ ഗന്ധം ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഉറക്കം തൂങ്ങി നിൽക്കുന്ന ബാരിസ്റ്റയിൽ നിന്ന് ഒരു സ്ട്രോങ് ക്യാപ്പച്ചിനോ വാങ്ങി അവൾ പുറത്തിറങ്ങി. ചൂടുള്ള പേപ്പർ കപ്പ് അവളുടെ തണുത്ത വിരലുകൾക്ക് ആശ്വാസം നൽകി. പുസ്തകങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മേഘ കാപ്പി കുടിച്ചു തീർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. നഗരവീഥികൾ വിജനമാണ്. ഇടയ്ക്കെപ്പോഴോ കടന്നുപോകുന്ന ടാക്സികൾ മാത്രം. ദൂരെ എവിടെയോ നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം. വഴിവിളക്കുകൾ മഞ്ഞ വെളിച്ചം തൂകി നിൽക്കുന്നു. ചിലത് മിന്നിത്തെളിയുന്നുണ്ട്. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അനൗൺസ്മെന്റ് കേട്ടത്. സാങ്കേതിക തകരാറ് മൂലം ട്രെയിൻ വരാൻ ഇനിയും 20 മിനിറ്റോളം വൈകുമെന്ന്. വിജനമായ പ്ലാറ്റ്ഫോം. ആകെ പാടെ ഒരു നിശബ്ദത. പഴയ ഇരുമ്പ് തൂണുകൾക്ക് മുകളിലിരിക്കുന്ന പ്രാവുകൾ കുറുകുന്ന ശബ്ദം മാത്രം. സമയം കൊല്ലാനായി അവൾ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഒരു തുരുമ്പിച്ച ഇരുമ്പ് ബെഞ്ചിലിരുന്നു. ഫോണിലെ ചാർജ് തീരാറായതും നെറ്റ്വർക്ക് ഇല്ലാത്തതും അവളെ വെറുപ്പിച്ചു. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ അതുടക്കിയത്. ബെഞ്ചിൻ്റെ ഒരറ്റത്ത് പാതി നിഴലിലായി തലകീഴായി വച്ചിരിക്കുന്ന ഒരു കറുത്ത പുസ്തകം. കൗതുകം തോന്നിയ മേഘ അത് കയ്യിലെടുത്തു. വല്ലാത്തൊരു ഭാരം. ചട്ടയ്ക്ക് നല്ല കട്ടിയുണ്ട്. കറുത്ത നിറം. അതിൽ തൊട്ടപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള പൊടി പറന്നു. പേജുകൾക്ക് മഞ്ഞ നിറവും പഴയ പെട്ടികൾ തുറക്കുമ്പോൾ വരുന്നതുപോലെ ഒരു മങ്ങിയ ഗന്ധവുമാണ്. പുറം ചട്ടയിലെ പൊടി തട്ടിക്കളഞ്ഞ് അവൾ അതിൻ്റെ പേര് വായിച്ചു. നിന്റെ പാത. എഴുത്തുകാരൻ്റെ പേരോ പ്രസിദ്ധീകരിച്ച വർഷമോ ഒരിടത്തും കണ്ടില്ല. ആ സമയത്താണ് ദൂരെ നിന്ന് ട്രെയിനിൻ്റെ ഹോൺ മുഴങ്ങിയത്. പ്ലാറ്റ്ഫോം കുലുങ്ങുന്നതുപോലെ ഒരിരമ്പം. അവൾ വേഗം പുസ്തകം ബാഗിലിട്ട് ട്രെയിനിൽ കയറി. രാത്രി വൈകിയതുകൊണ്ട് കമ്പാർട്ട്മെൻറ്റിൽ അധികം ആളുകളില്ലായിരുന്നു. അവൾ ജനലിനടുത്തുള്ള ഒരു സീറ്റ് പിടിച്ചു. തൊട്ടുമുന്നിലെ സീറ്റിൽ ഒരു ചെറിയ കുടുംബം ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒപ്പം മാലാഖമാരെ പോലെ ഒരേ ഉടുപ്പിട്ട 2 ഇരട്ട കുട്ടികളും. ആ കുട്ടികൾ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചപ്പോൾ അവളും തിരിച്ചു ചിരിച്ചു. ആ കാഴ്ച അവളുടെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം നൽകി. ട്രെയിൻ മെല്ലെ നീങ്ങിത്തുടങ്ങി. നഗരത്തിൻ്റെ വെളിച്ചങ്ങൾ പിന്നിലായി. പുറത്തെ കൂരിരുട്ടിലേക്ക് നോക്കിയിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ബാഗിലെ ആ പഴയ പുസ്തകത്തെക്കുറിച്ചോർത്തു. സമയം പോകാൻ ഇതൊരു നല്ല വഴിയാണല്ലോ എന്ന് കരുതി അവളത് പുറത്തെടുത്തു. ആദ്യത്തെ പേജ് മറിച്ചപ്പോൾ ആമുഖത്തിനു പകരം ചുവന്ന മഷിയിൽ കൈപ്പടയിൽ എഴുതിയ പോലെ ഒരു വരി. വായിക്കുന്നവർ വഴിയാത്രികയല്ല, ഇനി വഴികാട്ടിയാണ്. ഇതിലേക്ക് കടന്നാൽ ഇനി ഇത് നിന്റെ പാത. തിരികെ നടക്കാൻ ശ്രമിക്കരുത്. അതൊരു ഹൊറർ നോവലിന്റെ രസകരമായ തുടക്കമായിരിക്കുമെന്ന് കരുതി ചിരിയോടെ അവൾ അടുത്ത പേജിലേക്ക് കടന്നു. കഥ തുടങ്ങുന്നത് പണ്ടേതോ ഒരു കാലത്താണ്. വനത്തിനരികിലുള്ള മൂടൽമഞ്ഞ് നിറഞ്ഞ ഒരു ഗ്രാമം. അവിടെ ഗ്രാമത്തിന് പുറത്തായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗൗരി എന്ന അമ്മയും മകനും. ഭർത്താവു മരിച്ച ആ സ്ത്രീ മകനെ വളർത്താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഹൃദയസ്പർശിയായി അതിൽ വിവരിച്ചിരുന്നു. ഗ്രാമത്തിലെ പ്രമാണികളുടെ നോട്ടങ്ങളും ഒറ്റപ്പെട്ടവളുടെ വേദനയും മേഘയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. വായന മുന്നോട്ടു പോകുന്തോറും അവൾക്ക് ചുറ്റുമുള്ള ലോകം മറന്നു. ട്രെയിനിൻ്റെ താളവും AC-യുടെ തണുപ്പുമെല്ലാം അവളിൽ നിന്ന് അകന്നുപോയി. കഥയിൽ പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടായി. ഗ്രാമത്തിലെ കിണറുകളിലെ വെള്ളം വറ്റുന്നു. കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു. അന്ധവിശ്വാസികളായ ഗ്രാമവാസികൾ അതിൻ്റെ കാരണം ഗ്രാമത്തിന് പുറത്ത് താമസിക്കുന്ന ആ വിധവയായ മന്ത്രവാദിനിയാണെന്ന് വിധിച്ചു. ഒടുവിൽ ഒരമാവാസി രാത്രിയിൽ കൈകളിൽ തീപ്പന്തങ്ങളും വടികളുമായി അവർ അവരുടെ വീട് വളഞ്ഞു. അവളെ പിടിക്കൂ, കൊല്ലവളെ. വരികളിലൂടെ ആക്രോശം മേഘയ്ക്ക് കേൾക്കാമായിരുന്നു. ഭയന്ന് വിറച്ചായ അമ്മ
ഉറങ്ങിക്കിടക്കുന്ന തന്റെ പിഞ്ചു കുഞ്ഞിനെയും വാരിയെടുത്ത് പിൻവാതിലിലൂടെ ഇരുടടഞ്ഞ കാട്ടിലേക്ക് ഓടുകയാണ്. കല്ലിലും മുള്ളിലും തട്ടി വീണിട്ടും കാലുകൾ മുറിഞ്ഞ് ചോരയൊലിച്ചിട്ടും അവൾ ഓടുകയാണ്. അവളുടെ ശ്വാസം നിലയ്ക്കാറായിരിക്കുന്നു. വായനക്കാരിയെന്ന നിലയിൽ മേഘയുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എന്തൊരു ക്രൂരതയാണിത്, പാവമാ സ്ത്രീ. മേഘ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരി. ആ ഗ്രാമവാസികൾ മനുഷ്യരല്ല, ചെകുത്താന്മാരാണ്. മേഘ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കയ്യിലിരുന്ന പുസ്തകത്തിന് പെട്ടെന്ന് ഭാരം കൂടുന്നതുപോലെ. കട്ടിയുള്ള കടലാസുകൾക്ക് പകരം എന്തോ മൃദുലമായ, ചൂടുള്ള, മാംസലമായ ഒന്ന്. അതനങ്ങുന്നു. കൈകളിൽ നനവു പടരുന്നു. ഒരു നേരിയ ഞരക്കം അവളുടെ കാതുകളിൽ വീണു. ട്രെയിനിന്റെ AC-യുടെ തണുപ്പുമാറി കാടിന്റെ ഈർപ്പമുള്ള ചൂട് അവളെ പൊതിഞ്ഞു. മേഘ ഞെട്ടിത്തെറിച്ച് കണ്ണു തുറന്നു. അവളുടെ തൊണ്ടയിൽ നിന്ന് നിലവിളി പുറത്തു വന്നില്ല. അത് തൊണ്ടയിൽ തന്നെ കുരുങ്ങിപ്പോയി. അവൾ ഇരിക്കുന്നത് ഓടുന്ന ട്രെയിനിലെ സുഖമുള്ള സീറ്റിലല്ല. ചുറ്റും കൂരിരുട്ട്. കൂറ്റൻ മരങ്ങൾ ആകാശത്തെ മറച്ചിരിക്കുന്നു. കാലിനടിയിൽ ഈറൻ മണ്ണും ചീഞ്ഞ ഇലകളുമാണ്. കയ്യിലിരിക്കുന്നത് ആ പഴയ പുസ്തകമല്ല, ചോര മറവിപ്പിക്കുന്ന കരച്ചിലുമായി തുണിയിൽ പൊതിഞ്ഞ ഒരു പച്ച കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ശരീരം തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതാരുടെ കുഞ്ഞാണ്? ഞാൻ ട്രെയിനിലായിരുന്നല്ലോ, എങ്ങനെ ഇവിടെ എത്തി? അവൾ ഭയന്ന് വിറച്ചു. എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ കാലുകളിൽ മുള്ളുകൾ കൊണ്ട മുറിവുകൾ നീറുന്നു. അവൾ ധരിച്ചിരുന്ന ജീൻസും ടോപ്പും മാറി ചെളി പുരണ്ട ഒരു പഴയ സാരിയാണ് വേഷം. അപ്പോഴാണ് ദൂരെ മരങ്ങൾക്കിടയിലൂടെ തീപ്പന്തങ്ങളുടെ വെളിച്ചം പാഞ്ഞുവരുന്നത് കണ്ടത്. കാറ്റ് വീശുമ്പോൾ കരിഞ്ഞ മണവും മണ്ണെണ്ണയുടെ ഗന്ധവുമാണ് വരുന്നത്. ഒപ്പം കാട് മുഴങ്ങുന്ന രക്തം മറവിപ്പിക്കുന്ന അലർച്ചയും. പിടിക്കൂ അവളെ, ആ മന്ത്രവാദിനിയെ ചുട്ടുകൊല്ലൂ, അവൾ കാട്ടിലുണ്ട്, അവൾ എവിടരുത്. ആരവം അടുത്തെത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് എഴുന്നേറ്റ് ഓടണമെന്നുണ്ട്, പക്ഷേ ഭയം കൊണ്ട് കാലുകൾ തറഞ്ഞുപോയിരിക്കുന്നു. ആ കുഞ്ഞവളുടെ മാറിലേക്ക് ചേർന്ന് ഉറക്കെ കരഞ്ഞു. അതെ, ആ പുസ്തകത്തിലെ അമ്മ അതിപ്പോൾ മേഘയാണ്. അവൾ വായിച്ച കഥ അവളുടെ വിധിയായി മാറിയിരിക്കുന്നു. ഇനി അവസാന പേജ് വരെ അവൾ ഓടിയേ തീരൂ. അല്ല, ഈ കഥയ്ക്ക് അവസാന പേജുണ്ടോ? ഇതേ സമയം ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിന്നു. മേഘ ഇരുന്ന സീറ്റിപ്പോൾ ശൂന്യമാണ്. അവിടെ സീറ്റിൽ ആ പഴയ പുസ്തകം മാത്രം അനാഥമായി കിടന്നിരുന്നു. ജനലിലൂടെ വരുന്ന കാറ്റിൽ അതിൻ്റെ താളങ്ങൾ മെല്ലെ മറിഞ്ഞു. പുതുതായി ട്രെയിനിൽ കയറിയ, തോളിലൊരു ബാഗും തൂക്കി നിൽക്കുന്ന ഒരു യുവാവ് ആ സീറ്റിനടുത്തേക്ക് വന്നു. കോളേജ് കഴിഞ്ഞ് മടങ്ങുന്ന ക്ഷീണം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. സീറ്റിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പുസ്തകം കണ്ടത്. ഇതാരിവിടെ മറന്നുവച്ചത്? അവൻ ചുറ്റും നോക്കി. ആരുമില്ല. കൗതുകത്തോടെ അവനതെടുത്തു. തഴമ്പിച്ച പുറംചട്ടയിൽ വിരലോടിച്ചു. അവൻ അതിലേക്ക് നോക്കിയപ്പോൾ ആ പുസ്തകം അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം അത് മെല്ലെ തുറന്നു. പുറംചട്ടയിലെ പേര് അവൻ മെല്ലെ വായിച്ചു. നിന്റെ പാത. ട്രെയിൻ ചൂളം വിളിച്ച് നീങ്ങിത്തുടങ്ങി. പുതിയൊരു യാത്രക്കാരനെയും കൊണ്ട്, പുതിയൊരു ഇരയെയും കൊണ്ട്.